കോഴിക്കോട് മാനാഞ്ചിറ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിലെ തീപിടുത്തം അട്ടിമറിയെന്ന് BJP. തീപിടുത്തം മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി MT രമേശ്. പിന്നിൽ എളമരം കരീം, മുഹമ്മദ് റിയാസ് ലോബിയെന്നും ആരോപണം. സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, എളമരം കരീം എന്നിവരടങ്ങിയ ലോബിയാണ് പിന്നിൽ ഉള്ളതെന്നും സ്വകാര്യ വ്യക്തികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും MT രമേശ് ആരോപിച്ചു. സ്വാഭാവികമായൊരു തീപിടുത്തമാണ് എന്ന് പ്രാഥമികമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇത് കത്തിച്ചതാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രപതി ഒപ്പുവെച്ചൊരു നിയമം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ ചില ആളുകൾ, ഈ ഭൂമിയുടെ പൊന്നും വിലയുള്ള ഭൂമിയിൽ താല്പര്യമുള്ള ചില ആളുകൾ ആണ് ഇതിനെല്ലാം പുറകിലുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗം അവർ വാങ്ങിച്ചു എന്നാണ്. അന്നത്തെ വ്യവസായ മന്ത്രി എളമരം കരീമും അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ലോബിയാണ് ഇതിനെല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ലോബിക്കും CPM നേതൃത്വത്തിനും ഇത് കത്തിച്ചതിൽ പങ്കുണ്ട്. തീപിടുത്തത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ചയാണ് അടഞ്ഞുകിടന്ന ഫാക്ടറി കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന തുണികൾ, നൂലുകൾ, നെയ്ത്തുപകരണങ്ങൾ എന്നിവയെല്ലാം കത്തിനശിച്ചു. മുൻവശത്തെ ഗേറ്റ് മണ്ണ് മൂടിക്കെട്ടി തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായതിനാൽ ഫയർഫോഴ്സ് വാഹനം തീപിടുത്തം ഉണ്ടായ സ്ഥലത്തേക്ക് എത്താൻ വൈകിയത് തീ പടർന്നു പിടിക്കാൻ കാരണമായി. വെള്ളിമാടുകുന്ന്, മീഞ്ചന്ത ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 9 യൂണിറ്റുകൾ എത്തി ഏറെ പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാനുള്ള ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായി ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികളും ജീവനക്കാരും സമരം തുടർന്നു വരികയാണ്. അതേസമയം കെട്ടിടത്തിന് തീയിട്ടത് സാമൂഹ്യ വിരുദ്ധർ ആവുമെന്നാണ് അധികൃതർ പറയുന്നത്. ജനം, കോഴിക്കോട്.